നമുക്കൊരു 20 കൊല്ലം പിറകോട്ട് പോയാലോ? 2006 മെയ് 18 അന്ന് കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയും ക്യാബിനറ്റും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആ മുഖ്യമന്ത്രിയുടെ പേര് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന ജനങ്ങളുടെ സ്വന്തം VS അച്യുതാനന്ദനായിരുന്നു. 20 കൊല്ലത്തിനിപ്പുറം VD സതീശൻ എന്ന വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നു. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 20 കൊല്ലം മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ ഏറിയ ആ ദിവസവും ഇന്നത്തെ ദിവസവും ഒരേ ദിവസമായത് തികച്ചും യാദൃച്ഛികത മാത്രം. ഈ ഒരവസരത്തിൽ പക്ഷേ ചിലർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനമായി പറഞ്ഞത് VD സതീശൻ മന്ത്രിസഭയ്ക്ക് ആശംസകൾ നേർന്നത് VS അച്യുതാനന്ദൻ്റെ മകൻ VA അരുൺകുമാർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ കാലത്ത് തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ ഒരുപാട് രാഷ്ട്രീയ ചർച്ചകളിൽ കടന്നു വന്നിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ VS അച്യുതാനന്ദന് ലഭിച്ച ബഹുമതി സ്വീകരിക്കരുത് എന്നുള്ള ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തോടുണ്ടായിരുന്നു. അദ്ദേഹം അതിന് അഭിപ്രായമൊക്കെ പറഞ്ഞു. എന്തായാലും സതീശൻ ആശംസയുമായി VA അരുൺകുമാർ എത്തിയത് ഒരു യാദൃച്ഛികതയല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹമാണ്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനും അഴിമതിക്കെതിരെ പോരാടാനുമാണ് ആ കസേരയിൽ ഇരുന്ന് VS അച്യുതാനന്ദൻ പൊതുപ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്തത്. കേരളത്തിന് പുതിയൊരു ദിശാബോധം നൽകട്ടെ ഈ പുതിയ സർക്കാർ. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 2006 ഇതേ മെയ് 18 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സാധാരണക്കാരൻ്റെ അവകാശങ്ങൾക്കും സാമൂഹ്യ നീതിക്കും വേണ്ടിയുള്ള വലിയൊരു ജനമുന്നേറ്റത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു അന്ന് ആ വേദിയിൽ മുഴങ്ങിയത്. 2 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഇതേ മെയ് 18 VD സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയാണ്. ചരിത്രത്തിലെ അതീവ കൗതുകകരവും അർത്ഥവത്തുമായ ഒരു യാദൃച്ഛികതയായി ഇത് തോന്നുന്നു എന്നാണ് VA അരുൺകുമാർ പറയുന്നത്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ടാണ്. തീർച്ചയായിട്ടും ആ ആശംസകൾ ഹൃദയം നിറഞ്ഞ ആശംസയായി, ആത്മാർത്ഥമായ ആശംസയായി, നെഞ്ചിൽ നിന്നുള്ള ഹൃദയത്തിൽ നിന്നുള്ള ആശംസയായി ശ്രീ VD സതീശൻ കണക്കാക്കും എന്നതിൽ സംശയമില്ല. ഒരു ചരിത്ര പുരുഷൻ്റെ മകൻ VS എന്നാൽ ആവേശമാണ്, ചരിത്രമാണ്, ഹൃദയമാണ്. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ പോലൊന്നുമല്ല. VS ആരായിരുന്നു, VS എന്തായിരുന്നു എന്നുള്ളത് കേരളത്തിലെ മണൽത്തരികൾക്ക് പോലും അറിയാം. 20 വർഷം മുമ്പ് ആ മനുഷ്യൻ കേരളത്തിൻ്റെ അമരക്കാരനായി സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം ഇന്ന് കാലങ്ങളോളം പോരാട്ടം നടത്തിയ, ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച VD സതീശനും സംഘവും ചുമതലയേൽക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ ആശംസയുമായി എത്തിയ ശ്രീ VA അരുൺകുമാറിന് കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ശ്രീ VD സതീശനും സംഘത്തിനും.